ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ റെസിപ്പിയിലേക്ക് സ്വാഗതം. ഒരു ഓട്സ് മീൽ റെസിപ്പിയാണ്. അപ്പോൾ ഇവിടെ 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ബീൻസ്, കുറച്ച് ക്യാരറ്റ്, ക്യാപ്സിക്കം, ടൊമാറ്റോ, 1 ഗ്രീൻ ചില്ലി, ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ കുറച്ച് ചിക്കൻ. ഇത്രയും എൻ്റെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. നമുക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോകാം. ഒരു സ്റ്റൗ ടോപ്പിൽ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എണ്ണയൊന്ന് നന്നായി ചൂടായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് എല്ലാം ഒരുമിച്ച് തന്നെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഉപ്പൊന്നും ചേർക്കുന്നില്ല. നന്നായിട്ട് നമ്മുടെ വെജിറ്റബിൾസ് ഒന്ന് ജസ്റ്റ് ഒന്ന് കളറും ഓണിയൻ്റെയൊക്കെ കളർ മാറുന്നത് വരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. ആഡ് ചെയ്ത ശേഷം നമുക്ക് നന്നായിട്ട് ഈ ചിക്കനും നമ്മുടെ വെജിറ്റബിൾസും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ജിഞ്ചർ ഗാർലിക് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് നമുക്ക് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് നമ്മുടെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് വേണ്ടത് ഉപ്പാണ്. അപ്പോൾ പാകത്തിന് ഉപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത ശേഷം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ചിക്കൻ മസാലയും അതുപോലെ ഒരു മാഗി ക്യൂബുമാണ്. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമ്മൾ നേരത്തെ പറഞ്ഞ പൊടികളൊക്കെ ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട്. പെപ്പർ ഞാൻ ഓൾറെഡി പെപ്പർ പൗഡർ ആഡ് ചെയ്തിട്ടുണ്ട്. അത് വീഡിയോയിൽ എടുക്കാൻ വിട്ടുപോയി. ഇപ്പോൾ ആഡ് ചെയ്തത് ചിക്കൻ മസാലയാണ്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മാഗി ക്യൂബ് ഒന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കാം. കൈ കൊണ്ടൊന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ചേർത്ത് നമ്മൾ നന്നായിട്ട് അതിലേക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ പാത്രം ഒന്ന് അടച്ച് വെച്ച് ഒത്തിരി നേരം നമ്മുടെ വെജിറ്റബിൾസ് ഒന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഒന്ന് പാത്രം തുറന്ന് നമ്മുടെ ഈ വെജിറ്റബിളും ചിക്കനും മസാല എല്ലാം കൂടെ ഇട്ടത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് 2 കപ്പ് ഓട്സാണ്. ഞാൻ ഇവിടെ 2 കപ്പ് ഓട്സ് എടുത്തിട്ടുണ്ട്. ഈ 2 കപ്പ് ഓട്സും ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 കപ്പ് ഓട്സിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് 4 കപ്പ് വെള്ളമാണ്. ഞാനിപ്പോൾ ഇവിടെ 4 കപ്പ് തിളച്ച വെള്ളം എടുത്തിട്ടുണ്ട്. നമ്മൾ ഏത് പാത്രത്തിലാണോ ഓട്സ് അളന്നെടുക്കുന്നത് അതിൻ്റെ ഇരട്ടി നമുക്ക് അതേ പാത്രത്തിൽ തന്നെ വെള്ളവും എടുക്കാം. അപ്പോൾ ഞാനിനി ഇവിടെ ഈ ഓട്സിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾ പൊടി, ഞാനിവിടെ 2 ടീസ്പൂൺ മഞ്ഞൾ പൊടിയാണ് ചേർക്കുന്നത്. ഇത് നമുക്കിതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയം നമുക്ക് പാകത്തിന് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഉപ്പ് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇനി ഇതിവിടെ ഒന്ന് നന്നായിട്ട് നമ്മുടെ ലിഡൊക്കെ അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഓട്സ് വേവാനായിട്ട് അധിക സമയമൊന്നും വേണ്ട. ഏകദേശം 5 മിനിറ്റിനകത്ത് തന്നെ നമ്മുടെ ഓട്സ് നന്നായിട്ട് കുക്ക് ചെയ്ത് വരുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് 2 വറ്റൽ മുളക് കൂടി ചേർത്ത് കൊടുക്കണം. ഞാനത് വിട്ടുപോയി. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് 2 വറ്റൽ മുളക് ചെറിയ പീസുകളാക്കിയിട്ട് അതിലേക്ക് ഇട്ടിട്ട് വീണ്ടും ഇത് അടച്ച് വെച്ച് നന്നായിട്ട് ഇളക്കിയ ശേഷം അടച്ച് വെച്ച് വേവിക്കുകയാണ്. അപ്പോൾ ഇത് പെട്ടെന്ന് വെന്ത് വരും. നമുക്ക് തിളച്ച് കഴിഞ്ഞാൽ ലിഡ് തുറന്ന് വെച്ചിട്ട് നമ്മൾ ചെറിയ തീയിൽ സിമ്മിലിട്ടിട്ട് വേണം ഇത് ഒന്നുകൂടി ഒന്ന് കുക്ക് ചെയ്ത് ഓട്സ് പാകത്തിനാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. നമുക്ക് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ലഞ്ചായിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ നമുക്കിത് കഴിക്കാം. കുട്ടികൾക്കും കൊടുക്കാം. വളരെ ഹെൽത്തിയാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും മറ്റും ഷെയർ ചെയ്ത് കൊടുക്കുക.
അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഒരു ഓട്സ് മീൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ചൂടോടുകൂടിയോ ചൂട് കുറച്ച് ആറിയതിന് ശേഷമോ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മുടെ റെസിപ്പി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. കണ്ടോ, നമ്മുടെ ആ ഒരു ഓട്സിൻ്റെ കൺസിസ്റ്റൻസിയൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഒരുപാട് ലൂസും അല്ല, എന്നാലും നല്ലതുപോലെ വറ്റിയിട്ടും അല്ല. അപ്പം നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.